ഹെവൻ ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് മൈസൂരിലും വൃന്ദാവൻ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സോഴ്സ് ഒളിച്ചിരിപ്പുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വരുന്നവരെല്ലാവരും 4 മണിക്ക് ശേഷം വന്നാൽ മതി, അല്ലെങ്കിൽ പോസ്റ്റോടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അതാണ് സംഭവം. പിന്നെ വെയിലും കൊള്ളണം. കൂടുതൽ സംഭവങ്ങൾ കാണണമെങ്കിൽ 4 മണിക്ക് ശേഷം വരുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല പക്ക നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തോന്നി ലുക്കിംഗ് ഗ്ലാസ് ഒന്ന് മേടിച്ചിരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാമോ ഗ്ലാസ്? വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് നേരത്തെ വന്ന് അതിനോട് കയറാൻ പറ്റുന്നില്ല കേട്ടോ. ഒരാൾ കമ്പനിയായിട്ട് ഈ വൻമതിൽ പോലെ കാണില്ല. അതാണ് കയറി ഡാം കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാമായിട്ടിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഈ ചൈനയുടെ വൻമതിൽ പോലെ കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കെയർസ് ഡാം. ഇവിടെ ഈ വെള്ളച്ചാട്ടം എന്നുള്ളത് പല ഡിസൈനിലാണ് കേട്ടോ പോകണം. നമുക്കത് കാണട്ടോ. കേട്ടോ മുന്തിരി ഇങ്ങനെ ഞാൻ കിടക്കുന്ന പോലെയാണ് ഈ ചെടിയുടെ അഴക് കാണാനുള്ളത് അല്ലേ. എന്തൊരു ഭംഗിയാണ്. ചൈനയുടെ വൻമതിൽ പോലെ കണ്ടോട്ട് വലിയൊരു മതിൽ. അതാണ് കെയർസ് ഡാമായിട്ട് കാണുന്നത്. വെള്ളത്തിൻ്റെ എന്ത് പരിപാടി ചെയ്താലും അത് സംഭവം അടിപൊളിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ സൂക്ഷിച്ചും തെറ്റിക്കേണ്ടെന്ന് പറഞ്ഞ പോലെ സംഭവമാണ് കേട്ടോ. ചെറിയ ചെറിയ മണത്തരം അത് കാണാട്ടോ. അയ്യോ വീഡിയോയാണ്. ഞാൻ എൻ്റെ കിട്ടനും കൂടി ഇങ്ങനെ കുറേ ലോങ്ങൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഈ കിട്ടുന്ന ഫോട്ടോസും കിട്ടുന്ന വീഡിയോസും ഞങ്ങൾ ഉണ്ടാവില്ല ഒരുമിച്ച് എപ്പോഴും എടുത്തു വയ്ക്കും. വിചാരിച്ചപ്പോൾ എല്ലാം ടൈ ആട്ടുന്നിട്ട് അറ്റം വരെ ഈ വെള്ളത്തിൻ്റെ അതേ പൊസിഷനിൽ പോകണം. അത് വെറൈറ്റി തരത്തിലുള്ള അങ്ങനെ വെള്ളങ്ങളായിട്ട് അങ്ങനെ പൊന്തിയും താഴ്ന്നും അതേപോലെ തന്നെ ലൈറ്റ് ഷോയ്ക്ക് ഇതിൻ്റെ ഇടയിൽ കാണാട്ടോ. ഈ ഗാർഡനൊക്കെ അടിപൊളി നീറ്റായിട്ട് ഇട്ടിരിക്കണം കേട്ടോ. സംഭവം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെയർസ് ഡാമും കൂടി അവിടെ കിടക്കുന്നത് കണ്ടില്ലേ. ഈ മൈസൂർ മുഴുവൻ കുടിവെള്ളം എത്തിക്കുന്ന ഒരു മെയിൻ സോഴ്സിൻ്റെ സ്ഥലമാണ് നമ്മുടെ കെയർസ് ഡാം. അതിൻ്റെ ഒപ്പം നിൽക്കണം നമ്മുടെ ഗാർഡൻ. അതൊരു ഭംഗിയും എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കധികം അഴകാണ് കാണാൻ ശരിക്കും പറയാമെന്ന് വെച്ചാൽ. പക്ഷെ നടന്നൊരു വീതമാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരിക്കും നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഗാർഡൻ. ഇതിങ്ങനെ ഈ വെള്ളത്തിൻ്റെ സംഭവം നീണ്ടു നിവർന്ന് കിടക്കണതാണ്. അതിനൊരു ഭംഗിയല്ലേ കാണാൻ. 6:30 ലൈറ്റ് ഷോ തുടങ്ങും. അതിന് മുന്നേ കണ്ടോ ഇത് നമ്മൾ വരുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇത് കൂടി വരികയാണ് കണ്ടോ. ഈ നെടുനീളെ കിടക്കണ വെള്ളത്തിൻ്റെ ലൈറ്റ് ഷോ ആണ് ഇത് കാണുന്നത്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ എന്താണെന്ന് നമുക്ക് സംഭവം നോക്കാം. ഈ ചെറിയ ലൈറ്റ് ഷോ തന്നെ എത്ര ഭംഗിയില്ലേ. ഈ വെള്ളത്തിനനുസരിച്ചിട്ട് എല്ലാ ചെറിയ വെള്ളച്ചാട്ടത്തിലും ഇതുപോലെ ലൈറ്റ് ഷോ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വലിയ ലൈറ്റ് ഷോ നമുക്കിനി കാണുമ്പോൾ സമയം എടുക്കാറ് കഴിഞ്ഞ് നമുക്ക് പോയി കണ്ടേച്ച് വരാം. നമുക്കിനി ഇപ്പം വീണ്ടും കൂടുതൽ ഓരോ സമയം കഴിയും തോറും ഇങ്ങനെ അടിപൊളിയായിക്കൊണ്ടിരിക്കണം കേട്ടോ. കളർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക് എന്ത് രസം കാണാമല്ലേ. എന്തൊരു ഭംഗിയാണ്. അടിപൊളിയാണ് കേട്ടോ മൈസൂർ വൃന്ദാവൻ. ശരിക്കും പറയാൻ വെച്ചാൽ അടിപൊളിയാണ്. സമയം ചിലവഴിക്കാൻ ഏറ്റവും കൂടുതൽ സമയമുണ്ട് ശരിക്കും ഈ വൃന്ദാവനിലാണ്. കാരണം ഒരുപാട് നടന്ന് കാണാനുണ്ട്, ഒരുപാട് ആസ്വദിക്കാനുണ്ട്. ഓരോ സമയം കഴിയുന്തോറും ഇവർ അതിൻ്റെ വ്യത്യസ്തോടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഒന്നും പറയാലോ കേട്ടോ. വൃന്ദാവൻ അടിപൊളിയാണ്. എന്തൊരു രസമാണ് ശരിക്കും. അകലെ നിന്ന് കാണുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ഭംഗി കാണിക്കുന്നത് അല്ലേ. ഓക്കെ, നിങ്ങളൊന്ന് വൃന്ദാവൻ ഗാർഡനാണ് കാണുന്നത് കേട്ടോ. പിന്നെ ചൈനയുടെ വൻമതിൽ പോലെ നിൽക്കുന്ന നമ്മുടെ കെയർസ് നമ്മൾ നീവർന്ന് ഇങ്ങനെ കിടക്കാണ്. 1927 സ്റ്റാർട്ട് ചെയ്തിട്ട് 1932 കേട്ടോ ഈ ഗാർഡൻ്റെ വർക്ക് അവസാനിക്കുന്നത്. കുട്ടികൾക്കും കൂടി ആസ്വദിക്കാനായിട്ട് പാർക്കും കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നടന്നൊരു വിധമായിട്ടായിരിക്കും. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നടക്കുള്ളൂ. ഹലോ ഗേസ്, ഞങ്ങൾ ഉറക്കത്തിൽ പെട്ടുപോയി. നല്ല ചുട്ടുറക്കമായിരുന്നു. പുൽത്തകടത്ത് കിടന്നത് മാത്രം ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഞങ്ങൾ രണ്ടാളും നല്ല ഉറക്കം പാസ്സാക്കി പോയി. ലൈറ്റ് ഷോ തുടങ്ങിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അത്രയ്ക്ക് ക്ഷീണത്തിൽ തുടങ്ങി. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരത്ത് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ വന്നത്. പക്ഷേ ഉറക്കത്തിൽ പെട്ടുപോയി. ഇങ്ങനെ തന്നെ ലൈറ്റ് ഷോ കാണുവാൻ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഗാർഡനിൽ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് പേരും. നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോകാൻ വിളിക്കാൻ ഉള്ളതും കൂടിയും കാണാൻ പറ്റണ്ടാവും. അയ്യോ, ഞങ്ങൾ രണ്ടാളും പരസ്പരം അന്തം വിട്ടിട്ട് അങ്ങോട്ട് പരസ്പരം പറയാനായിട്ടാണ്. നിങ്ങൾക്ക് വിളിക്കായിരുന്നു, അങ്ങോട്ട് പറയും, എനിക്ക് എന്നെ വിളിക്കായിരുന്നില്ല. അങ്ങനെ ചർച്ച പറഞ്ഞ് പോകട്ടെ. ഞങ്ങൾ രണ്ടാളും നമ്മൾ നേരത്തെ കണ്ടേക്കാളും നിറച്ച ആൾക്കാരായി തുടങ്ങിയിട്ടാ. തിക്ക് ബഹളമൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ. നമ്മുടെ ഗാർഡനുള്ളിലേക്ക് വരുന്ന എൻട്രൻസ് ഉണ്ട്. കുറച്ചടുത്തായിട്ട് നമുക്ക് അവിടേക്കുള്ളൊരു പാലം ലൈറ്റ് ഷോ നടക്കുന്നിടത്തേക്ക്. അതേ പാലത്തും കൂടെ നമ്മൾ നടക്കുകയാണ്. നമ്മുടെ ഇരു സൈഡിലും നിറച്ച് വെള്ളമാണ്. വെള്ളം ഡാമിൻ്റെ വെള്ളമാണ് കാണുന്നത്. പക്ഷേ ആൾക്കാരുടെ തിരക്ക് കണ്ടോ. കുറച്ച് പേരൊക്കെ അവിടെ കൂടുന്നുണ്ട്. സംഭവം മനസ്സിലാവുന്നില്ല. എന്നാലും ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാൽ നോക്കിയും കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. പക്ഷേ ഉള്ളിലൊരു ചെറിയൊരു ഭയം. വെള്ളമല്ലേ സംഭവം. ആളുകൾ വെറുതെക്കല്ല കേട്ടോ സ്പീഡായിട്ട് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ലൈറ്റ് ഷോ തുടങ്ങി. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ തിരക്ക് കൂടി ഓടുന്നത്. ഞാനിവിടെ അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. 1985 കേട്ടോ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തത്.
അടിപൊളിയെന്നാണ് അടിപൊളിയിട്ട് ക്രൗഡ് നോക്കുക നിങ്ങൾ കണ്ടമാനം ജനങ്ങളാണ് ഈ ലൈറ്റ് ഷോ കാണാൻ വരുന്നത്. കുറച്ചുകൂടി നമ്മൾ നേരത്തെ നമ്മളിവിടെ വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കാനൊക്കെ സീറ്റുകളുണ്ട്, നമുക്ക് അതിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അടുത്ത് കാണായിരുന്നു, പക്ഷേ ഞങ്ങൾ ഉറക്കത്തിൽ പെട്ടുപോയി. അതുകൊണ്ടായി സാറേ നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാൻ ഒരു വഴി ഇതാണ്. വീട് ഈ സൈഡിൽ കൂടെ ഒറ്റ മരങ്ങൾ ലൈറ്റ് ഇട്ട് കണ്ടിട്ടാണ് ഫുള്ള്. ലൈറ്റ് ഷോ കഴിഞ്ഞിട്ടും ആൾക്കാർ കാണാൻ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒന്നര ഭംഗിയാണ് കേട്ടോ നൈറ്റിൽ ലൈറ്റ് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ് കണ്ട. ശരിക്കും 4 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് ശരിക്കും 6:30 ആകുമ്പോൾ ഇവിടെ വന്നിരുന്ന് ലൈറ്റ് ഷോ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ ഞങ്ങൾ ഉറക്കത്തിലായി പോയി, അതാണ് ഉണ്ടായത്. സാറില്ല, എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ വീണ്ടുമ്പോൾ നമുക്ക് കാണാം. ഒരുപാട് കച്ചവടക്കാരാണ് കാണുന്നത്. നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ ഒരൊക്കെ കച്ചവടക്കാരാണ്, ആകെ ഒരു 2-3-5 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന് വേണ്ടി നിറയെ കച്ചവടക്കാരാണ് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയാവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൈസൂർ വിടാനുള്ള പരിപാടിയാട്ടോ. അയ്യോ, അങ്ങനെ ഞങ്ങളുടെ മൈസൂര് ഇനിയുണ്ട് കാണാൻ. പക്ഷെ നമ്മള് നിൽക്കണില്ല. നമ്മളിനി നാളെ ബാംഗ്ലൂർ പോവാട്ടോ. നമ്മുടെ പരിപാടിക്ക് ഇവിടത്തെ അവസാനിപ്പിച്ചു. നല്ല മഴയിൽ നനഞ്ഞ് കുളിച്ചു ഞങ്ങളൊക്കെ. ഒന്നും പറയാല്ല, ബസ്സിലിരിക്കാൻ സ്ഥലമില്ല, വേറെ വയ്യാണ്ടായി. ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ ഈ കാണുന്നത്. അത് ശരിക്കും ഒരു തിരിച്ചിരിക്കുന്ന കണ്ടോ. നമ്മുടെ ഇവിടെ നാട്ടിലൊന്നും അങ്ങനെ തിരിച്ചിട്ടിട്ടാവില്ല. ഓട്ടോൻ്റെ സൈഡിൽ തന്നെയാണ് ഓട്ടോയുടെ. ഇപ്പോൾ നോക്ക്, ഇവർക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റഡ് ഏരിയ, നടക്കാൻ സെപ്പറേറ്റ് ഏരിയ. അടിപൊളിയുണ്ട് എന്തായാലും. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവാണ് ഗൈസ്. ഇനി അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കട്ട സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ.